ഹായ് ഫ്രണ്ട്സ്, മഴതോറും മുമ്പേ സീരിയൽ വരാൻ പോകുന്ന ഒരു അടിപൊളി അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കുളത്തൂപ്പുഴയിലുള്ള സ്റ്റാൻലിയുടെ ബംഗ്ലാവിൽ നിന്ന് അലീനയെ പടിയിറക്കുക എന്നുള്ള പദ്ധതി ഇട്ടുകൊണ്ടാണ് എൽസമ്മയും പിള്ളേരും ആങ്ങളമാരും രാഷ്ട്രീയക്കാരും അഞ്ചലിനെ വികാരിയച്ചനും ഒക്കെ ആ ബംഗ്ലാവിലേക്ക് എത്തുന്നത്. പക്ഷേ അവരുടെ മനസ്സിലുണ്ടായിരുന്ന നിഗൂഢമായ പദ്ധതി കഴിയുമെങ്കിൽ ഇന്ന് തന്നെ സ്വത്ത് വിവരങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കുക, അതിൽ വ്യക്തമായ ഒരു കരാറുണ്ടാക്കുക എന്നൊക്കെ ആയിരുന്നു. പക്ഷേ വളച്ചുകെട്ടലില്ലാതെ തന്നെ സ്റ്റാൻലി ജോസഫ് തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കി, എൻ്റെ മകളെ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടേക്കും പറഞ്ഞയക്കില്ല. ഈ സ്വത്തുക്കളൊന്നും ഇപ്പം ഭാഗം വയ്ക്കാൻ ഒരു ഉദ്ദേശവുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വന്ന വഴിയെ തന്നെ മടങ്ങാം. തൽക്കാലം എൻ്റെ തീരുമാനത്തിന് യാതൊരു മാറ്റവുമില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി മുമ്പൂശത്തെ വാതിൽ തുറന്നിടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഇവിടെ ആരും നിൽക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. എല്ലാവരും ഒരക്ഷരം പോലും മിണ്ടാതെ നായ്ക്കളെ ഭയന്ന് വിറച്ച് നിൽക്കുന്ന പോലെ നിൽക്കുകയാണ്. അധികം താമസിയാതെ തന്നെ ഓരോരുത്തരും വാതിൽ കടന്ന് പുറത്തേക്ക് ഇറങ്ങുകയും അവരവർ വന്ന വാഹനങ്ങളിൽ കയറി അവിടുന്ന് യാത്രയാകുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കടപ്പാട്ടൂർ വീട്ടിലെ ദൃശ്യങ്ങളാണ്. വൈജയന്തി ബബിതയുടെ റൂമിലേക്ക് ചെന്ന് നോക്കുകയാണ്. ആ സമയത്ത് ബബിത തലമുടി ചെയ്യിക്കൊണ്ട് തന്നെ കസേരയിൽ ഇരിപ്പുണ്ടായിരുന്നു. മേശപ്പുറത്ത് തുറന്നു വെച്ചിരുന്ന പാഠപുസ്തകത്തിലേക്കല്ല അവളുടെ ശ്രദ്ധ. അവൾ കാര്യമായിട്ട് മറ്റെന്തോ വലിയൊരു ആലോചനയിലായിരുന്നു. പെട്ടെന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട്, നീ പഠിക്കുകയാണോ അതോ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണോ ഡി? ബബിത പെട്ടെന്ന് തന്നെ ഒച്ച കേട്ട് ഞെട്ടലോടെ തലതിരിച്ച് നോക്കി. അപ്പോഴേക്കും വൈജയന്തി പറയുന്നുണ്ട്, ഞാനെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു ഇവിടെ. നീ പുസ്തകത്തിലേക്ക് നോക്കുന്ന പോലും ഇല്ലല്ലോ. നീ ആരെ കാണിക്കാനാ ആ പുസ്തകം ഇങ്ങനെ തുറന്നു വെച്ചേക്കുന്നത്? ഉടനെ ബബിത പറയുന്നുണ്ട്, അങ്ങനെ പ്രത്യേകിച്ച് നിബന്ധനകളൊന്നുമില്ലമ്മേ, ആർക്ക് വേണമെങ്കിലും വന്ന് നോക്കാം എന്ന് പറയുമ്പോഴേക്കും വൈജയന്തി ഉടനെ തന്നെ ബബിതയുടെ നേർക്ക് പൊട്ടിത്തെറിച്ചുകൊണ്ട് ചെല്ലുന്നുണ്ട്. വാ തുറന്ന നീ തർക്കുത്തരം മാത്രമേ പറയുള്ളൂ. ആദ്യം നീ മര്യാദയ്ക്ക് സംസാരിച്ച് പഠിക്കടി. നീ എവിടുന്ന് പഠിച്ചു ഇതൊക്കെ എന്നിങ്ങനെ വൈജയന്തി ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോഴേക്കും ബബിത പറയുന്നുണ്ട്, വേറെ എവിടുന്ന് പഠിക്കാനാ, ഇവിടുന്ന് തന്നെ. അതിൻ്റെ യൂണിവേഴ്സിറ്റി ആണല്ലോ ഈ വീട്, അമ്മ അതിൻ്റെ വൈസ് ചാൻസലറും. ബബിതയുടെ മറുപടി കേട്ട് വൈജയന്തിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് വൈജയന്തി പറയുന്നുണ്ട്, മതി പ്രസംഗിച്ചത്, നീ എഴുന്നേറ്റ് കിച്ചണിലോട്ട് വന്നേ. കിച്ചണിൽ വന്ന് എന്നെ ഒന്ന് സഹായിക്കാൻ നോക്ക്. 3 നേരവും ഉരുട്ടി വിഴുങ്ങണ്ടേ കൃത്യസമയത്ത് തന്നെ? ഞാൻ ഉരുട്ടാതെ വിഴുങ്ങിക്കോളാം അമ്മേ. കൃത്യസമയത്ത് തന്നെ വേണമെന്നൊന്നുമില്ല. 5-10 മിനിറ്റ് തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നിങ്ങനെ ബബിത പറയുന്നുണ്ട്. വൈജയന്തി പറയുന്നുണ്ട്, ബബിതേ, മര്യാദയ്ക്ക് നീ എഴുന്നേറ്റ് വന്ന് എന്നെ സഹായിക്കാൻ നോക്ക്. എന്നെ കൊണ്ട് കൂടുതലൊന്നും നീ പറയിപ്പിക്കരുത്. എനിക്കൊരു 100 കൂട്ടം പണി അവിടെ ചെയ്യാനുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്നോട് ഇവിടെ ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് നേരമില്ല. മര്യാദയ്ക്ക് എഴുന്നേറ്റ് വന്ന് എന്നെ സഹായിക്കാൻ നോക്കടി എന്ന് വൈജയന്തി പറയുന്നുണ്ട്. ബബിത പറയുന്നുണ്ട്, ഇത്രയും നാളും അമ്മയ്ക്ക് ഞങ്ങളുടെ സഹായമൊന്നും ആവശ്യമില്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഇനിയും ഞാൻ അങ്ങോട്ടേക്ക് ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനിപ്പോൾ കിച്ചണിലേക്ക് വന്നാലും ഞാൻ വെറുതെ കൈയും കെട്ടി നോക്കിയിരിക്കത്തേ ഉള്ളൂ. അമ്മ ചെന്ന് അവളെയും കൂടെ വിളിക്ക്. വേറൊരുത്തി കൂടി ഉണ്ടല്ലോ ഇവിടെ, കൊച്ചമ്മ ചമഞ്ഞിരിക്കുന്നവള്, അവളെ വിളിക്ക് എന്നിങ്ങനെ പറയുമ്പോഴേക്കും അവളെ ഞാൻ വിളിച്ചു. അവളുടെ അടുത്ത് വായിട്ട് അലച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്കാണെങ്കിൽ ശരിക്കും നടക്കാൻ പോലും ആയിട്ടില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കേണ്ട സമയത്താണ് ഞാൻ ഈ ജോലിയെല്ലാം കൂടി ചെയ്യുന്നത്. കയ്യും കാലും ഒടിഞ്ഞ് ആശുപത്രി കിടന്നിട്ട് വന്നവളാണെന്നുള്ളൊരു പരിഗണന പോലും നിങ്ങൾ ആരും എന്നോട് കാണിക്കുന്നില്ലല്ലോടി എന്നിങ്ങനെ വൈജയന്തി ചോദിക്കുമ്പോഴേക്കും ബബിത പറയുന്നുണ്ട്, അതിനാര് പറഞ്ഞിട്ടാ അമ്മ പാതിരാത്രിക്ക് കാറും എടുത്തോണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്? അതും ഞങ്ങളോടൊരു വാക്ക് പോലും പറയാതെയല്ലേ അമ്മ രാത്രി അത്രയും വലിയൊരു സാഹസികം കാണിച്ചത്? അതിന്റെ ഫലമായിട്ടല്ലേ കയ്യും കാലും ഒടിഞ്ഞതും ഹോസ്പിറ്റലിൽ ഇത്രയും നാൾ കിടക്കേണ്ടി വന്നതും ഒക്കെ. എന്നിട്ട് ഇപ്പൊ എല്ലാത്തിനും കുറ്റക്കാരൻ ഞങ്ങളാണോ എന്നിങ്ങനെ ബബിത ചോദിക്കുമ്പോഴേക്കും വൈജയന്തി പറയുന്നുണ്ട്, മതി മതി, നിർത്തിക്കോ. നീയൊക്കെ എന്റെ വയറ്റിൽ തന്നെ ജനിച്ചതാണോടി? ഒരു പെറ്റ് തള്ളയോടാണ് സംസാരിക്കുന്നുള്ളൊരു ബോധം പോലും ഇല്ലല്ലോ. ഒരു അന്യ സ്ത്രീയോട് കാണിക്കുന്ന ബഹുമാന സ്നേഹം പോലും എന്നോട് ഇല്ലല്ലോടി നിങ്ങൾക്കൊക്കെ. കഷ്ടം തന്നെ എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി ബബിതയുടെ നേർക്ക് കിടന്ന് ചാടുകയാണ്. വൈജയുടെ സംസാരം കേട്ട് ബബിതയ്ക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇരുന്ന് കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റ് ബബിത പറയുന്നുണ്ട്, അതെ, ഈ മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ചരക്കൊന്നും അല്ലമ്മേ. ഈ പറയുന്ന തന്തയും തള്ളയൊക്കെ ചേർന്ന് അവരുടെ മക്കളുടെ മനസ്സിൽ കുഞ്ഞുനാൾ മുതലേ വളർത്തിയെടുക്കേണ്ട ഒരു സാധനമായിരുന്നു. എന്നാലേ അത് ആവശ്യം വരുമ്പോൾ എടുത്ത് കാണിക്കാൻ പറ്റുള്ളൂ എന്നിങ്ങനെ ബബിത പറയുന്നുണ്ട്. തിന്നാറാകുമ്പോഴേ കൊച്ചമ്മമാരെല്ലാരും കൂടെ ഡൈനിങ് ടേബിളിന് അങ്ങോട്ടേക്ക് വന്നേക്ക്, ഞാൻ ഒരു അമ്മിക്കല് തന്നെ അവിടെ പുഴുങ്ങി വെക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോപത്തോടെ തന്നെ വൈജയന്തി നേരെ കിച്ചണിലേക്ക് പോകുന്നുണ്ട്. പുതിയതായി വന്ന സെർവന്റ് 2 ദിവസത്തെ ലീവ് ആവശ്യപ്പെട്ട് വീട്ടിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കിച്ചണും വീടും പരിസരവും എല്ലാം ആകെ അലങ്കോലപ്പെട്ടിരിക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് 3-ാം ദിവസമായിട്ട് പോലും അവർ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ജോലികളും വൈജയന്തി തന്നെയാണ് ചെയ്യേണ്ടി വരുന്നത്. എങ്കിലും ബബിതയും കൃഷ്ണയും തന്നെ ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ വൈജയന്തി വിചാരിച്ചു. പക്ഷെ വൈജയന്തിക്ക് അവിടെ നേരെ തിരിച്ചടിയാണ് ഉണ്ടായത്. കൃഷ്ണജിയോട് കഴിഞ്ഞ ദിവസം മുറ്റമടിക്കാൻ പറഞ്ഞിട്ട് പോലും കൃഷ്ണജി അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. അവൾക്ക് ഒരുപാട് പഠിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് അവൾ മുറിയിൽ കയറി വാതിലടച്ചു. മുറ്റം അടിച്ചിട്ട് 2 ദിവസമായി. വീടിനകവും അതേ അവസ്ഥയിൽ തന്നെ 2 ദിവസമായി തൂത്തു തുടച്ചിട്ട്. മുഷിഞ്ഞ വസ്ത്രങ്ങളൊന്നും അലക്കിയിട്ടില്ല. ഭക്ഷണം ഉണ്ടാക്കിയ പാത്രങ്ങൾ കഴുകിയിട്ട് പോലുമില്ല.
വൈജയന്തിക്കാണെങ്കിൽ അതെല്ലാം കൂടി കണ്ടിട്ട് ആകെ ഒരു അറപ്പും വെറുപ്പും ഒക്കെ തോന്നുകയാണ്. മക്കളുടെ 3 പേരോടും സഹായം അഭ്യർത്ഥിച്ചെങ്കിലും ആരും വൈജയന്തിയെ സഹായിക്കാൻ തുനിഞ്ഞുമില്ല. ആരുടെ സഹായം കിട്ടിയില്ലെങ്കിലും വൈജയന്തി അങ്ങനെ തോറ്റു കൊടുക്കാൻ ഒട്ടും തന്നെ തയ്യാറല്ലായിരുന്നു. എന്താന്ന് വെച്ചാൽ തോൽവി എന്നൊരു വാക്ക് തന്നെ വൈജയന്തിയുടെ ജീവിതത്തിലില്ല എന്നുള്ളൊരു ധാരണയാണ് വൈജയന്തിക്ക്. അടുത്ത ആഴ്ച മുതൽ തന്നെ ബാങ്കിലെ ജോലിക്ക് പോയി തുടങ്ങണമെന്നാണ് വൈജയന്തിയുടെ കണക്കുകൂട്ടൽ. താൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അടുത്ത ആഴ്ച മുതൽ തന്റെ പഴയ ജീവിതം തുടരാനാകുമെന്നാണ് വൈജയന്തി ആഗ്രഹിക്കുന്നത്. ഇപ്പൊ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ തന്നെ നടക്കാനും കഴിയുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പരസഹായമില്ലാതെ തനിക്കെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസും കൂടി ഉണ്ട് വൈജയന്തിയുടെ മനസ്സിൽ. കിച്ചണിലെ പണികൾക്ക് ആരും തന്നെ സഹായിക്കാനില്ലെങ്കിലും വിശക്കുമ്പോൾ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. അതുകൊണ്ട് തന്നെ വൈജയന്തി ചോറും കറികളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് രോഹത്തിനെ കടയിലേക്ക് പറഞ്ഞയച്ച് മീൻകറി കൂടി വാങ്ങിച്ചു വെച്ചു. ഊണ് വിളമ്പി കൊടുക്കുന്ന സമയത്തും വൈജയന്തി അവരെ 3 പേരോടുമായിട്ട് പറയുന്നുണ്ട്, ഇന്നും കൂടി ഞാൻ ഇങ്ങനെയൊക്കെ വിളമ്പിത്തരും. നാളെ മുതൽ അവരവർ വേണമെങ്കിൽ വെച്ച് കഴിച്ചോണം. അപ്പൊ രോഹിത് ചോദിക്കുന്നുണ്ട്, അതെന്താമ്മേ അങ്ങനെ? വൈജയന്തി ഉടനെ പറയുന്നുണ്ട്, എനിക്ക് വയ്യ, അത്ര തന്നെ. ഒരു ഇല എടുത്ത് മറച്ചു വയ്ക്കാൻ കഴിയില്ല ഒറ്റ ഒരെണ്ണത്തിനും. നാളെ മുതൽ അവരവരുടെ ഡ്രസ്സ് അവരവർ തന്നെ വാഷ് ചെയ്ത് അയൺ ചെയ്തോണം. അതുപോലെ സ്വന്തം മുറികൾ അവരവർ തന്നെ ക്ലീൻ ചെയ്തോണം. അതുപോലെ സ്വന്തം മുറി അവരവർ തന്നെ ക്ലീൻ ചെയ്തോണം. മുറ്റവും അടിച്ച് വൃത്തിയാക്കി ഇട്ടോണം. ഈ അമ്മയെന്ന് പറയുന്ന ആളെ മക്കളുടെ വേലക്കാരിയൊന്നും അല്ല. അതെല്ലാവരും മനസ്സിലാക്കിയാൽ നല്ലത്. അത്രയും കേട്ടപ്പോഴേക്കും തന്നെ വൈജയന്തിയെ പരിഹസിച്ചുകൊണ്ട് രോഹിത് ചോദിക്കുന്നുണ്ട്, നാണമാകുന്നില്ലേ അമ്മയ്ക്ക് ഞങ്ങളുടെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയാൻ? അല്ല ചേച്ചി, ഇവിടുന്ന് പോയെന്ന് അറിഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞങ്ങൾ ഈ വീട്ടിലെ ജോലികളെല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരുന്നതല്ലേ? ആരാ അതൊക്കെ നിർത്തലാക്കിയത്? മുറ്റമടിക്കുന്നതും ഡ്രസ്സ് വാഷ് ചെയ്യുന്നതും വീടിനകം തൂത്തു തുടയ്ക്കുന്നതും കിച്ചണിൽ സഹായിക്കുന്നതും ഭക്ഷണം ഉണ്ടാക്കുന്നതും എല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതല്ലേ? അതെല്ലാം വിലക്കിയത് അമ്മ തന്നെയല്ലേ? അപ്പോഴേക്കും വൈജയന്തി പറയുന്നുണ്ട്, അത് പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ അത്രയും കൂടെ സമയം കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടാ ഞാൻ അതൊക്കെ ചെയ്യണ്ടെന്ന് പറഞ്ഞത്. തന്നെയുമല്ല, പുതിയ സെർവന്റ് ഇവിടെ ജോലിക്കായിട്ട് വന്നല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ നിങ്ങളോട് പഠനത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി, വീട്ടുകാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടണ്ടെന്ന് പറഞ്ഞത് എന്നിങ്ങനെ വൈജയന്തി പറയുമ്പോഴേക്കും തന്നെ എടുത്തടിച്ച പോലെ ഭവിത ചോദിക്കുന്നുണ്ട്, എന്തിനാമ ഇങ്ങനെ കല്ല് വെച്ച് നുണ പറയുന്നത്? അല്ല ചേച്ചിയുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി ആയിരുന്നല്ലേ? അതല്ല വന്ന് ഞങ്ങൾക്ക് എല്ലാം അപ്പോഴേ മനസ്സിലായ കാര്യമാണ്. പിന്നെ അമ്മ കൊണ്ടുവന്ന സെർവന്റിന് അമ്മ നല്ലോണം കാശ് കൊടുത്തിട്ട് തന്നെയാ അവരെ കൊണ്ട് ഓരോ ജോലികളും ചെയ്യിച്ചെന്നുള്ളതും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എന്തിനാ അമ്മ ഞങ്ങളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ നുണ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്താടി തെറ്റ്? ഒരിക്കലും ഒരു ജോലി ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കാലത്തും ചെയ്യേണ്ടെന്നാണോ അതിന്റെ അർത്ഥം എന്ന് വൈജയന്തി ഭവിതയുടെ നേർക്ക് പൊട്ടിത്തെറിക്കുമ്പോഴേക്കും ഭവിത പറയുന്നുണ്ട്, അമ്മ തന്നെയല്ലേ ഞങ്ങളുടെ ടൈം ടേബിൾ എല്ലാം തെറ്റിച്ചത്. ഇവിടെ ഒരു യൂണിറ്റി ഉണ്ടായിരുന്നു. അമ്മ വന്നു കയറിയപ്പോൾ തന്നെ അത് നശിപ്പിക്കുകയും ചെയ്തു. രോഹിത്തിന്റെ ഈ പരിഭവം പറച്ചിൽ കേട്ടപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, സ്വന്തം അമ്മയില്ലാത്ത ഒരു യൂണിറ്റിയും ഈ വീട്ടിൽ ആർക്കും വേണ്ട. 2 ദിവസം കൂടി ഞാൻ നോക്കും അവൾ വരുവോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. ഇല്ലെങ്കിൽ പുതിയൊരു സെർവന്റിനെ ഞാനിവിടെ വെക്കും. നിന്റെ ഒന്നും ഒരു സഹായവും എനിക്ക് വേണ്ട. വൈജയന്തി ഇന്നേ വരെ ഒരു കാര്യത്തിനും ആരുടെയും കാല് പിടിച്ചിട്ടില്ല. ഇനി അങ്ങനെ പിടിക്കാനും ഉദ്ദേശിക്കുന്നില്ല. ഇതും പറഞ്ഞുകൊണ്ട് വൈജയന്തി ജഗ്ഗിൽ നിന്നും ഗ്ലാസ്സിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കഴിക്കാനായിട്ട് ഉണുമശയിലോട്ട് ഇരുന്നു. ആ സമയത്തും ബബിതയ്ക്കും കൃഷ്ണയ്ക്കും രോഹിത്തിനും നല്ല ദേഷ്യം വരുന്നുണ്ട്. ബബിത വൈജയന്തിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് തന്നെ രോഹത്തിനടുത്ത് ചോദിക്കുന്നുണ്ട്, അനിൽ ചേച്ചി കഴിഞ്ഞ ദിവസം വിളിച്ചായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, ഇന്നലെ വിളിച്ചില്ല, മിനിങ്ങാന്ന് വിളിച്ചായിരുന്നു എന്നിങ്ങനെ രോഹിത്ത് പറയുന്നുണ്ട്. ഉടനെ ബബിത പറയുന്നുണ്ട്, രോഹിട്ടാ എന്റെ ഫോൺ ഒന്ന് റിപ്പയർ ചെയ്യാൻ കൊടുക്കണം. അതിന് എന്തോ ഒരു കംപ്ലൈന്റ് ഉണ്ട്. ചിലപ്പോൾ മിസ്ഡുകൾ കാണും, റിങ് ചെയ്യത്തില്ല. അപ്പോഴേക്കും രോഹിത് ചോദിക്കുന്നുണ്ട് ബബിതയോട്, നിനക്ക് അലീന ചേച്ചി വിളിക്കണമെങ്കിൽ എന്റെ ഫോണിൽ നിന്ന് വിളിക്കത്തില്ലേടി? ഇത്രയും കേട്ടപ്പോഴേക്കും വീണ്ടും വൈജയന്തി പൊട്ടിത്തെറിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കും വേറൊന്നും പറയാനില്ലേ? അവളുടെ പേര് പോലും ഈ വീട്ടിൽ ഇനി ആരും ഉച്ചരിച്ചേക്കരുതെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു. ഇനി അവളെക്കുറിച്ച് ഒരക്ഷരം ഇവിടെ ആരും മിണ്ടിപ്പോകരുത്. മര്യാദയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാൻ നോക്ക് എന്നിങ്ങനെ വൈജയന്തി പറയുന്നുണ്ട്. ആ സമയത്താണ് വൈജയന്തിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. കോൾ എടുക്കാനായിട്ട് വൈജയന്തി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. പെട്ടെന്ന് തന്നെ തിരിച്ചെത്തുകയും ചെയ്തു. അപ്പൊ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, ആരാ അമ്മയെ വിളിച്ചത്? അതൊരു റോങ് നമ്പർ ആയിരുന്നു എന്നിങ്ങനെ വൈജയന്തി പറയുമ്പോഴേക്കും വീണ്ടും വൈജയന്തിയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ഇപ്രാവശ്യവും വൈജയന്തി തന്നെ ഫോൺ എടുത്തിട്ട് പറയുന്നുണ്ട്, റോങ് നമ്പർ ആണെന്ന് പറഞ്ഞില്ലേ? പിന്നെയും നിങ്ങൾ എന്തിനിങ്ങനെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും ചോദിച്ചുകൊണ്ട് വൈജയന്തി ആ കോള് കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഉടുമശിക്കരികിലേക്ക് തിരിച്ചെത്തിയപ്പോഴേക്കും പിന്നെയും ബെല്ലടിക്കാൻ തുടങ്ങി. ഉടനെ ബബിത ചാടി എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, ഇതാരാ? അമ്മ അവിടെ ഇരുന്നോ, ഞാൻ പോയി ഫോൺ എടുത്തോളാം. വേണ്ട, ഞാൻ എടുത്തോളാം എന്നും പറഞ്ഞ് വൈജയന്തി പിന്നെയും ഫോൺ എടുക്കാനായിട്ട് പോയി. ബബിതയ്ക്ക് എന്തോ ഒരു ചെറിയ സംശയം തോന്നിയിട്ട് തന്നെ ബബിതയും വൈജയുടെ പിന്നാലെ തന്നെ പോയി. വൈജയന്തി തിടുക്കപ്പെട്ട് ഫോൺ എടുത്ത് സംസാരിക്കുന്നത് ബബിത ശ്രദ്ധിച്ചു. ഇല്ല, അറിയില്ല, പുറത്തുപോയി, ഇവിടെ ഇല്ല, എപ്പോഴാ വരുന്നെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി പെട്ടെന്ന് തന്നെ ഫോൺ താഴോട്ട് വെക്കുകയും ചെയ്തു. വൈജയുടെ പിന്നാലെ പോയ ബബിത സംശയത്തോടെ തന്നെ വൈജയെ നോക്കി നിന്നു. വീണ്ടും ചോദിക്കുന്നുണ്ട്, ആരായിരുന്നു അമ്മേ ഫോണില്?
അത് അത് പിന്നെ ബാലചന്ദ്രൻ്റെ ഒരു ഫ്രണ്ടാ. അയാൾ ഇവിടെ ഇല്ലേന്ന് ചോദിച്ചു. ഞാൻ പുറത്തു പോയെന്ന് പറഞ്ഞു. എപ്പോൾ വരുമെന്ന് ചോദിച്ചപ്പം എപ്പോൾ വരുന്നതെന്ന് എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞു. അമ്മ മാത്രമേ ഇവിടെ ഉള്ളൂ എന്നല്ലേ അമ്മ പറഞ്ഞത്? അതെന്തിനാ അമ്മ അങ്ങനെ പറഞ്ഞത്? ഇവിടെ ഞങ്ങൾ എല്ലാവരും ഇല്ലേ? അച്ഛൻ്റെ ഫ്രണ്ടാണ് വിളിച്ചതെങ്കിൽ അത് ഞങ്ങൾക്കും പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കുമല്ലോ എന്നിങ്ങനെ ബബിത ചോദിക്കുമ്പോഴേക്കും, നിനക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത്? നീ പോയിരുന്ന ചോറുണ്ണാൻ നോക്കടി എന്നും പറഞ്ഞ് വീണ്ടും ബബിതയുടെ നിറക്ക് ചാടുകയാണ് കേട്ടോ വൈജയന്തി. വൈജയന്തിയുടെ ചാട്ടം കണ്ടിട്ട് ബബിതയ്ക്ക് നല്ല ദേഷ്യം വന്നു. ബബിത പെട്ടെന്ന് തന്നെ ആ ഫോണിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ചെന്ന് കോളറൈഡ് നോക്കി. എന്നിട്ട് വൈജയന്തിയുടെ നേർക്ക് തിരിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്, അലീന ചേച്ചി ആയിരുന്നു അല്ലേ വിളിച്ചത്? അപ്പൊ മകളെ വെല്ലുവിളിക്കുന്ന ഭാവത്തോട് കൂടി തന്നെ വൈജയന്തി ചോദിക്കുന്നുണ്ട്, ആണെങ്കിൽ ഇപ്പൊ എന്താടി? ബബിതയും ഒട്ടും വിട്ടുകൊടുക്കാതെ നിന്നില്ല. ബബിത ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ ഈ കള്ളം പറയുന്നത്? വിളിച്ച ആരാന്ന് അറിയില്ല, റോങ് നമ്പർ ആണെന്ന് പറഞ്ഞല്ലേ അമ്മ ഫോൺ കട്ട് ചെയ്തേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും വൈജയന്തി ഒരു അഹങ്കാര ഭാവത്തോടെ തന്നെ നിൽക്കുകയാണ്. അവിടെ വലിയൊരു വഴക്ക് നടക്കാൻ പോവാന്നുള്ളത് രോഹിത്തിന് മനസ്സിലായി. വൈജയന്തിയും ഒട്ടും തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഞാനങ്ങനെ പലതും പറയും, എന്റെ മക്കള് ഞാൻ പറയുന്ന അങ്ങ് അനുസരിച്ചാൽ മാത്രം മതി, വൈജയന്തി കടുപ്പിച്ച് തന്നെ പറഞ്ഞു. ബബിതയും ഒട്ടും വിട്ടുകൊടുക്കാതെ തന്നെ പറഞ്ഞു, അല്ല അലിന ചേച്ചി ആരെയാ അന്വേഷിച്ചത്? നിന്നെ തന്നെ ആടി അന്വേഷിച്ചത്. എനിക്ക് മനസ്സിലായിരുന്നു നിനക്ക് ഫോൺ തരാൻ. എന്റെ ഫോണിൽ അങ്ങനെ ഒരുത്തിയും ഇങ്ങോട്ടേക്ക് വിളിച്ച് സംസാരിക്കണ്ട, ഞാനാ അതിന്റെ വാടക കൊടുക്കുന്നത്. ബബിതയ്ക്ക് ആകെ ദേഷ്യം വരികയാട്ടോ വൈജയന്തിയുടെ സംസാരം കേട്ട്. ഇത് അമ്മയുടെ ഫോണല്ല, ഇത് അച്ഛന്റെ ഫോണാ. ഇതിന്റെ കാശ് അടയ്ക്കുന്നതേ അച്ഛനാ, അല്ലാതെ അമ്മയല്ല. വൈജയന്തിയെ ധിക്കരിച്ചുകൊണ്ട് തന്നെ ബബിത ഫോണെടുത്ത് അതിൽ നിന്ന് അങ്ങോട്ടേക്ക് അലീനയെ വിളിച്ചു. വൈജയന്തി ഭയങ്കര ദേഷ്യത്തോടെ തന്നെ പറയുന്നുണ്ട്, ബബിതേ നീ പറഞ്ഞ അനുസരിക്കില്ലേ, ഫോണോടെ വെക്ക്, നീ വിളിക്കരുത്, മര്യാദയ്ക്ക് നിന്നോട് ഫോൺ അവിടെ വെക്കാനാ ഞാൻ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി പറയുമ്പോഴേക്കും ബബിത അതൊന്നും തന്നെ ഗൗനിക്കാതെ അലീനയെ വിളിക്കുകയാണ്. വൈജയന്തി ഉടനെ തന്നെ അങ്ങോട്ടേക്ക് ചെന്ന് ആ കോള് കട്ട് ചെയ്ത് ബബിതയുടെ കയ്യിൽ നിന്ന് ആ റിസീവർ മേടിച്ച് താഴെ വെക്കുകയാണ്. വിളിക്കേണ്ടെന്ന് പറഞ്ഞാൽ വിളിക്കേണ്ട എന്നിങ്ങനെ വൈജയന്തി ആക്രോശിക്കുമ്പോൾ, ഞാൻ വിളിക്കും, അമ്മയ്ക്ക് എന്തായതിനിപ്പോ? ഈ വീട്ടിൽ ആരും ആരെയും വിളിക്കാൻ പാടില്ല എന്നൊന്നും ഒരു നിയമവും ഇല്ല, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരെ വിളിക്കും എന്നും പറഞ്ഞുകൊണ്ട് തന്നെ വൈജയന്തിയുടെ കയ്യിൽ നിന്നും റിസീവർ വീണ്ടും പിടിച്ചു വാങ്ങുകയാണ് ബബിത. ആഹാ, അങ്ങനെയാണെങ്കിൽ അതൊന്ന് കാണണമല്ലോ, ചെകിടടിച്ച് ഞാൻ പൊട്ടിക്കും. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ അവളെ ഒന്ന് വിളിച്ചു നോക്കടി എന്നിങ്ങനെ വൈജയന്തി വെല്ലു വിളിച്ച് നിൽക്കുകയാണ്. ബബിതയ്ക്കാണെങ്കിൽ നല്ല സങ്കടവും ദേഷ്യവും എല്ലാം വന്നിട്ട് ബബിതയുടെ കണ്ണ് വരെ നിറഞ്ഞു. അവളുടെ കയ്യിലുണ്ടായിരുന്ന റിസീവർ അവൾ മേശപ്പുറത്ത് ആഞ്ഞടിച്ചു. അത് പൊട്ടിയില്ലാന്ന് കണ്ടപ്പോൾ ആ റിസീവർ അവൾ വലിച്ചെറിഞ്ഞു. അത് താഴെ വീണ് 2-3 കഷ്ണങ്ങളായിട്ട് പൊട്ടിച്ചെതറി. ആ നിമിഷം തന്നെ വൈജയന്തി മറ്റൊന്നും ചിന്തിക്കാതെ കൈ വീശി ബബിതയുടെ കവിളിട്ട് ആഞ്ഞൊരടി വെച്ചു കൊടുത്തു. ബബിത ഉടനെ തന്നെ ആ ഫോണിന്റെ ബാക്കി ഭാഗങ്ങളും കൂടി എടുത്ത് താഴേക്ക് വലിച്ചെറിഞ്ഞു. ആരെയും വിളിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഈ സാധനം എന്തിനാ ഇവിടെ വെച്ചേക്കുന്നത്? വേണ്ട, ഇനി ഈ വീട്ടിൽ ഈ സാധനത്തിന്റെ ആവശ്യമില്ല. ഇത്രയും പറഞ്ഞിട്ടും അവളുടെ ദേഷ്യം അടങ്ങാതെ അവൾ വീണ്ടും അതെടുത്ത് ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞു. അത് 2-3 കഷ്ണങ്ങളായിട്ട് പൊട്ടിച്ചിതറുന്നവരെ അത് തല്ലി പൊട്ടിച്ചുകൊണ്ടേയിരുന്നു. ആ ടെലിഫോണും അതിന്റെ റിസീവറും അവൾ 4-5 കഷ്ണങ്ങളായിട്ട് പൊട്ടിച്ചു കളഞ്ഞു. എന്നിട്ട് വൈജയന്തിയുടെ മുമ്പിലേക്ക് നീങ്ങി എന്നിട്ട് പറയുന്നുണ്ട്, എന്തേ ഇപ്പൊ അടിക്കുന്നില്ലേ? ഇപ്പൊ ദേഷ്യം വരുന്നില്ലേ? എന്നെ അടിക്കേ എന്നിങ്ങനെ വൈജയന്തിയോട് തന്നെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബബിത. ആ സമയത്ത് മുറ്റത്തൊരു വാഹനത്തിന് ശബ്ദം കേട്ടു. അച്ഛൻ വന്നു എന്നുള്ളത് രോഹിത്തിന് മനസ്സിലായി. രോഹിത് പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് ബബിതയുടെ അടുത്തേക്ക് ചെന്നു. പിന്നാലെ കൃഷ്ണയും എത്തി. എന്നിട്ട് രോഹിത് ബബിതയോട് പറഞ്ഞു, ബബിത നീ ഒന്ന് അടങ്ങ്, നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുക എന്നിങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കുമ്പോൾ, വേണ്ട രോഹിയേട്ടാ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് തന്നെ രോഹിത്തിന്റെ പിടിയിൽ നിന്നും അവൾ കുതറി മാറുകയാണ്. ബബിത ആകെ ടെൻഷനിൽ കയ്യിൽ നിന്ന് വിട്ടുപോയൊരവസ്ഥയിൽ ഇരിക്കുകയായിരുന്നു. അതേസമയത്ത് രോഹിത്തിന്റെ മനസ്സിലും നല്ല പേടിയുണ്ടായിരുന്നു. കാരണം അച്ഛൻ വന്നു കഴിഞ്ഞു. അച്ഛൻ ഈ രംഗം കണ്ടുകൊണ്ട് അകത്തേക്ക് കയറി വന്ന ഉറപ്പായും ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാകുമെന്നൊക്കെയുള്ളത് രോഹിത്തിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ രോഹിത് പതിയെ ശാന്തമായി നിൽക്കുകയാണ്. ബാലചന്ദ്രൻ അകത്തേക്ക് കയറി വന്നു. ഇരിപ്പുമുറിയിലെ രംഗം കണ്ടിട്ട് അയാൾ ഒരു നിമിഷം അമ്പരന്ന് നിന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ രോഹിത്തെ ഇത്? രോഹിത് പറയുന്നുണ്ട്, ഒന്നുമില്ല അച്ഛാ. പെട്ടെന്ന് തന്നെ വൈജയന്തി ദേഷ്യത്തോടെ താഴേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട്, കണ്ടില്ല മകളുടെ പേക്കൂത്ത്? ഒരു ഫോൺ എടുത്ത് തല്ലി പൊട്ടിച്ച് തരിപ്പണമാക്കി ഇട്ടിരിക്കുക. ഒരു കോള് കൊടുക്കാത്തതിന്റെ പേരില്ല അവൾ ഈ കാര്യം ചെയ്തത്. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ രോഹി? അപ്പോഴേക്കും രോഹിത് പറയുന്നുണ്ട്, അലിന ചേച്ചി വിളിച്ചായിരുന്നു അച്ഛാ. അലിന ചേച്ചി വിളിച്ചപ്പോൾ അമ്മ അവൾക്ക് ഫോൺ കൊടുത്തില്ല, അതുകൊണ്ട് അവൾക്ക് ഫോൺ തല്ലിപ്പൊട്ടിക്കാവുന്നായോ എന്നിങ്ങനെ വൈജയന്തി ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട് രോഹിത്തിന്റെ അടുത്ത്. ഇങ്ങനെയാണോ എല്ലാ വീട്ടിലും? എനിക്കെന്താ അറിയണം. എന്റെ മക്കളെ ശിക്ഷിക്കാനും ശാസിക്കാനും ഉള്ള അധികാരം എനിക്കുണ്ടോ ഇല്ലയോ? ബാലചന്ദ്രൻ തന്നെ പറ, ഇന്ന് ഫോൺ തല്ലി പൊട്ടിച്ചവൾ നാളെ എന്റെ തല തല്ലി പൊട്ടിക്കാനും മടിക്കില്ലല്ലോ. ബാലചന്ദ്രൻ തന്നെ പറ എന്നിങ്ങനെ വൈജയന്തി പറയുന്നുണ്ട്. ബാലചന്ദ്രൻ എന്നിട്ട് ബബിതയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടി ഇതൊക്കെ? ഈ ഫോൺ എന്തിനാ നീ തല്ലി പൊട്ടിച്ചത്? ഈ ഫോൺ നീയാണ് തല്ലി പൊട്ടിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ബബിത പറയുന്നുണ്ട്, അതേ അച്ഛാ, ഞാൻ തന്നെ ഈ ഫോൺ തല്ലി പൊട്ടിച്ചത്. ഇതുപോലെ വേറൊരു ഫോണും കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതും ഞാൻ തല്ലി പൊട്ടിച്ചേനെ. ബബിതയുടെ സംസാരം കേട്ട് ബാലചന്ദ്രനും ദേഷ്യം വന്നു.
നീ പൊട്ടിക്കുവോ എന്നിങ്ങനെ ബാലചന്ദ്രൻ ദേഷ്യപ്പെട്ടവളോട് ചോദിച്ചു. രോഹിത് പറയുന്നുണ്ട്, അച്ഛൻ ഇതിന് ഇടപെടണ്ട, ഇത് ഞങ്ങൾ സോൾവ് ചെയ്തോളാം എന്നിങ്ങനെ രോഹിത് പറയുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അത് പോരല്ലോ, എനിക്കറിയണ്ടേ ഇവിടെ എന്താ സംഭവിച്ചെന്നുള്ളത് എന്നിങ്ങനെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. ഇവിടെ എന്താ നടന്നെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും കൂടി അങ്ങോട്ടേക്ക് മാറി ഇന്ന് ഡിസ്കസ് ചെയ്തോ, ഞങ്ങൾ പോവാ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ രോഹിത് ബബിതയുടെ കൈ പിടിച്ചുകൊണ്ട് അപ്സ്റ്റെയറിലേക്ക് പോകാൻ നോക്കി. അവിടുന്ന് പോകാൻ ബബിത വിസമ്മതം കാണിച്ചെങ്കിലും രോഹിത് അല്പം ബലം പ്രയോഗിച്ച് തന്നെ ബബിതയും കൂട്ടിക്കൊണ്ട് മുകളിലെ റൂമിലേക്ക് പോകുന്നുണ്ട്. റൂമിലെത്തിയതിനു ശേഷം ബബിതയെ അവിടെ പിടിച്ചിരുത്തിക്കൊണ്ട് തന്നെ രോഹിത് പറയുന്നുണ്ട്, റിലാക്സ്, നീ ആദ്യം റിലാക്സ് ആകുക, നീ ഇച്ചിരി നേരം ഇവിടെ കിടക്ക്, നീ ഇത്ര ഇമോഷണൽ ആകല്ലേ, നീ കുറച്ചു നേരം ഇവിടെ സമാധാനമായിട്ട് കിടക്കുക എന്നും പറഞ്ഞ് തന്നെ ബബിതയെ അവിടെ കിടത്തി വെച്ച് വൈജയന്തി തിരിച്ചു വന്നതിന് ശേഷം ഇങ്ങനെ ചില പൊട്ടിത്തെറികളൊക്കെ ഈ വീട്ടിലുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അങ്ങനെ ഒരു പൊട്ടിത്തെറി നടക്കുന്ന സമയത്ത് കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ ഉള്ളത് അലീന നേരത്തെ തന്നെ രോഹിത്തിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് രോഹിത് ഇങ്ങനൊരു നീക്കം നടത്തിയത്. ബബിതയുടെ ഭാഗത്തുനിന്ന് ആയിരിക്കും കൂടുതലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയെന്ന് രോഹിത്തിനും അലീനയ്ക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് ബബിതയെ നന്നായിട്ട് കെയർ ചെയ്യണമെന്നും രോഹിത്തിൻ്റെ അടുത്ത് അലീന പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ബബിതയെ ഒന്ന് ഓക്കെ ആക്കാൻ അലീന ചേച്ചി പറഞ്ഞ മാർഗ്ഗമല്ലാതെ വേറൊരു മാർഗവും രോഹിത്തിന് മുമ്പിൽ തെളിഞ്ഞു നിന്നില്ല. അതുകൊണ്ടാണ് രോഹിത് ബബിതയും കൂട്ടി മുകളിലത്തെ മുറിയിലേക്ക് വന്നതും അവളോട് അല്പനേരം റിലാക്സ് ചെയ്യാൻ പറഞ്ഞതും. അവളുടെ ഒരു ടെമ്പർ അടങ്ങിയതിന് ശേഷം രോഹിത് ചോദിക്കുന്നുണ്ട് ബബിതയോട്, നിനക്ക് അലീന ചേച്ചിയോട് സംസാരിക്കണോ, ഞാൻ വിളിച്ചു തരാം, നീ എത്ര നേരം വേണമെങ്കിലും അലീന ചേച്ചിയോട് സംസാരിച്ചോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ബബിത പറയുന്നുണ്ട്, വേണ്ട രോഹിയേട്ടാ, എനിക്കിപ്പോൾ ആരോടും സംസാരിക്കേണ്ടെന്ന് തന്നെ ബബിത പറയുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നീ തന്നെ അലീന ചേച്ചിയെ വിളിച്ച് സംസാരിക്കുക, ഫോൺ ഞാൻ തന്നേക്കാം എന്നും പറഞ്ഞുകൊണ്ട് തന്നെ രോഹിത്തിന്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് ബബിതയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ആ സമയത്തും ബബിത, എനിക്ക് ഫോൺ വേണ്ട, ഇപ്പം ഞാൻ ആരെയും വിളിക്കുന്നില്ല എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെ കൈ തട്ടി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ നിർബന്ധിക്കുന്നില്ല. രോഹിത് എഴുന്നേറ്റ് പോയി ഒരു മഗ്ഗിൽ അല്പം വെള്ളം പിടിച്ചുകൊണ്ട് വന്ന് അവളുടെ വലത് കൈ അതിൽ മുക്കി കഴുകി കൊടുത്തു. ഇന്ന് ഈ ദിവസം മുഴുവൻ അവൾ ഇതേ ഒരു മനോഭാവത്തിൽ തന്നെ ആയിരിക്കും എന്നുള്ളത് രോഹിത്തിന് മനസ്സിലായി. ബാലചന്ദ്രനും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ആലോചിച്ച് അല്പം ടെൻഷനിലാവുകയും ചെയ്യുന്നുണ്ട്. വൈകുന്നേരം 4 മണിയാവുന്നതോടുകൂടി തന്നെ മനുശങ്കർ കടപ്പാട്ടൊരു വീട്ടിലേക്ക് എത്തി. മനുശങ്കർ എല്ലാവരുടെയും അടുത്ത് ചെന്ന് ഒരു ക്ഷേമാന്വേഷണമൊക്കെ നടത്തി. മനു വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട്, ഈ വീടിന് എന്ത് പറ്റി ആന്റി, ഇത്രയും വൃത്തിയില്ലാതെ ഈ വീട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അത് പിന്നെ ജോലിക്കാരി ഇവിടെ ഇല്ല, അവൾ 2 ദിവസത്തേക്ക് ലീവ് എടുത്ത് വീട്ടിൽ പോയിരിക്കുക, ഇന്ന് 3ാമത്തെ ദിവസം ഇതുവരെ അവൾ എത്തിയില്ല, ഉടനെ ഇങ്ങോട്ടേക്ക് വരുമായിരിക്കും, അപ്പോൾ വേണം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യിക്കാനെന്ന് വൈജയന്തി പറയുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, മുമ്പ് വന്നപ്പോഴേക്കേ ഈ വീടിനകത്ത് എന്തൊരു വൃത്തിയും എടുപ്പുമായിരുന്നു, മൊത്തത്തിൽ നല്ലൊരു വൈബായിരുന്നു, നല്ല പ്രകാശമുള്ളൊരു വീട്ടിലേക്ക് കടന്നു വരുന്ന പോലെയായിരുന്നു ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ. അപ്പോൾ പെട്ടെന്ന് തന്നെ വൈജയന്തി ഒരർത്ഥം വെച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇവിടെ ഉണ്ടായിരുന്ന പ്രകാശമൊക്കെ അങ്ങ് പോയില്ലേ, അവൾ ഇവിടെ പലർക്കും പ്രകാശമായിരുന്നു എന്നൊക്കെ ഉള്ളത് ഞാൻ അറിഞ്ഞു എന്നിങ്ങനെ അർത്ഥം വെച്ച് തന്നെ വൈജയന്തി സംസാരിക്കുമ്പോഴേക്കും മനു പറയുന്നുണ്ട്, ആന്റി എന്നെ കളിയാക്കിയെന്നുള്ളത് എനിക്ക് മനസ്സിലായി, പക്ഷേ ആന്റി പറഞ്ഞത് സത്യം തന്നെയാ, അലീന ഇവിടെയുള്ളവർക്ക് ഒരു പ്രകാശം തന്നെയായിരുന്നു, ആന്റി അത് മാറ്റിക്കളഞ്ഞു, അതുകൊണ്ടുണ്ടായ ഇരുട്ട് ഇവിടെ കാണാനും ഉണ്ട്. വൈജയന്തി ഉടനെ മനുവിന്റെ നേർക്ക് ദേഷ്യപ്പെടുന്നുണ്ട്, ഇരുട്ട് ഈ വീട്ടിലില്ലേ മനു, അല്ലാതെ നിന്റെ വീട്ടിലല്ലല്ലോ, ഈ വീട്ടിൽ ഇരുട്ടാണെങ്കിലേ അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു എന്ന് പറയുമ്പോഴേക്കും മനു പറയുന്നുണ്ട്, ഓക്കെ ആന്റി ഓക്കെ, ഞാൻ ഒന്നും പറയുന്നില്ല, ഒന്നിനും വരുന്നുമില്ല, എന്താന്ന് വെച്ചാൽ ആയിക്കോ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ മനു നേരെ രോഹിത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് രോഹിത്തിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അലീന നിന്നെ വിളിക്കാറുണ്ടോ എന്ന്. മിക്ക ദിവസം വിളിക്കാറുണ്ട് മനുവേട്ടാ, അവൾക്ക് അവിടെ സുഖമാണോടാ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും മനുവിന്റെ ചോദ്യം കേട്ടുകൊണ്ട് തന്നെ രോഹിത്തെ ഇടങ്ങാനായിട്ട് വൈജയന്തിയെ ഒന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് മനുവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇതെന്താ മനുവേട്ട അങ്ങനെ ചോദിച്ചത്, മനുവേട്ടനൊന്നും അറിയാത്ത പോലെ. മനു പറയുന്നുണ്ട്, എടാ നീ വിചാരിക്കുന്ന പോലെ അവളെന്നെ പതിവായിട്ട് അങ്ങനെ വിളിക്കാറൊന്നുമില്ല, വല്ലപ്പോഴും 1-2 മിനിറ്റ് അത്രേ ഉള്ളൂ, അതിനിടയിൽ എന്ത് അന്വേഷിക്കാനാ എന്നിങ്ങനെ മനു പറയുമ്പോഴേക്കും എങ്കിൽ പിന്നെ മനുവേട്ടനെ അലീന ചേച്ചി ഒന്ന് വിളിച്ച് സംസാരിച്ചൂടെ എന്നിങ്ങനെ രോഹിത് ചോദിക്കുന്നുണ്ട്. അപ്പൊ മനു പറയുന്നുണ്ട്, എടാ നമ്മൾ ആണുങ്ങളല്ലേ, അങ്ങോട്ടേക്ക് കൂടെ കൂടെ വിളിച്ചാൽ നമുക്കൊരു വില ഉണ്ടാവുമോ. അപ്പോഴേക്കും രോഹിത് ചോദിക്കുന്നുണ്ട്, മനുവേട്ടൻ അറിയാവോ അലീന ചേച്ചി ശരിക്കും എവിടെയാ ഉള്ളതെന്നൊക്കെയോ, അലീന ചേച്ചി എവിടെ ശരിക്കും താമസിക്കുന്നതെന്ന് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും രോഹിത്തിന്റെ ചോദ്യത്തിൽ പെട്ടെന്ന് തന്നെ ഒരു അപകടം മണത്തതായിട്ട് മനുവിന് തോന്നി. എങ്കിലും ആർക്കും സംശയമാകാത്ത രീതിയിൽ തന്നെ മനു പറയുന്നുണ്ട്, കുളത്തൂപ്പുഴയിൽ, അതേ എനിക്കറിയാവുള്ളൂ, അവിടെ ഒരു പ്ലാന്ററിന്റെ വീട്ടിലേക്കാണ് അലീനയെ കൊണ്ടുപോയെന്നാണ് അങ്കിൾ എന്നോട് പറഞ്ഞത്. അപ്പൊ രോഹിത് പറയുന്നുണ്ട്, അത് ഞങ്ങൾക്കും അറിയാം, കുളത്തൂപ്പുഴയിലാണെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നല്ലോ, അവിടെ എവിടെയാണെന്നാ ഞാൻ ചോദിച്ചത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും മനു പറയുന്നുണ്ട്, അതേക്കുറിച്ച് എനിക്ക് വലിയ പിടുത്തമില്ലടാ, അങ്കിളും എന്നോട് ഇതുവരെ പ്രോപ്പറായിട്ടുള്ള സ്ഥലം പറഞ്ഞിട്ടുമില്ല, ഞാൻ അന്വേഷിച്ചിട്ടുമില്ല. അതെന്താ മനുവേട്ടാ, മനുവേട്ടൻ അലീന ചേച്ചിയോട് ചോദിക്കാൻ മേലായിരുന്നോ എവിടെയാ ശരിക്കും സ്ഥലം എന്നുള്ളത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും മനു പറയുന്നുണ്ട്, അത് ഞാൻ ചോദിച്ചായിരുന്നു, കറക്റ്റായിട്ടുള്ള സ്ഥലം അവൾക്കും അറിയില്ല, കുളത്തൂപ്പുഴ എന്ന് മാത്രമേ അവൾക്ക് അറിയുള്ളൂ, അവിടെ വലിയ റബ്ബർ എസ്റ്റേറ്റ് ഒക്കെ ഉള്ളൊരു മുതലാളിയുടെ വീട്ടിലേക്കാണ് അലീനയെ കൊണ്ടാക്കിയേക്കുന്നത്,
വലിയൊരു ബംഗ്ലാവാ, അവിടെ കുറെ ജോലിക്കാരും ഒക്കെ ഉണ്ടെന്ന് അവൾ പറഞ്ഞത്. അവൾക്ക് നിലവിൽ അവിടെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലെന്ന് അവൾ എന്നോട് പറഞ്ഞെന്നൊക്കെ മനു ഇങ്ങനെ തട്ടിവിടുകയാണ്. രോഹിത് ഉടനെ തന്നെ പറയുന്നുണ്ട്, എന്തായാലും അലിനി ചേച്ചി ശരിക്കും എവിടെയാന്നുള്ളത് മനുവേട്ടനെ അറിയാം. മനുവേട്ടനോട് അലിനി ചേച്ചി എന്തായാലും കള്ളം പറയില്ല. മനുവേട്ടനെ അലിനി ചേച്ചിക്ക് വിശ്വാസമാണ്. അതുകൊണ്ട് അലിനി ചേച്ചി എന്തായാലും സത്യമായി മനുവേട്ടനടുത്ത് പറയുള്ളൂ എന്നൊക്കെ രോഹിത് ഇങ്ങനെ പറയുമ്പോഴേക്കും വൈജയന്തി ഇങ്ങനെ ദേഷ്യപ്പെട്ട് തന്നെ മനുവിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. മനു ഉടനെ പറയുന്നുണ്ട്, എടാ രോഹി, എനിക്കും അത്രയൊക്കെ കാര്യങ്ങൾ അറിയാവുള്ളൂ. അത്രയൊക്കെ അങ്കിളും എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അലീനയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, വല്ലപ്പോഴും അവൾ എന്നെ ഒന്ന് വിളിക്കും, ഒന്നോ രണ്ടോ മിനിറ്റ് സംസാരിക്കും, അത്രേ ഉള്ളൂ. കൂടുതൽ കാര്യങ്ങളൊന്നും അവളും എന്നോട് പറയാറില്ല എന്ന് മനു പറയുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മൾ അങ്കിളിൻ്റെ അടുത്ത് തന്നെ ചോദിക്കണമെന്ന് പറയുക. അല്ല, നീ അങ്കിളിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു നോക്കാൻ മേലായിരുന്നോ ശരിക്കും അലീന എവിടെയാണെന്ന് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും രോഹിത് പറയുന്നുണ്ട്, ഞാനത് അച്ഛനോട് ചോദിക്കണം എന്ന് തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. മനുവേട്ടനോട് ചോദിച്ചിട്ട് അച്ഛനോട് ചോദിക്കാമെന്ന് വിചാരിച്ചു. എന്തൊക്കെയോ കള്ളത്തരങ്ങൾ മണക്കുന്നുണ്ട് മനുവേട്ടാ. ഞാനും ബബിതയും ഒക്കെ ചോദിച്ചു. അപ്പോഴും അലിനി ചേച്ചി കറക്റ്റായിട്ട് ഒന്നും തന്നെ പറയുന്നില്ല. അലിനി ചേച്ചി എന്തിനാ ജോലി ചെയ്യുന്ന സ്ഥലത്തെ അഡ്രസ്സ് മറച്ചു വെക്കുന്നത്? അങ്ങനെ മറച്ചു വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അച്ഛനും അത് മറച്ചു വെക്കുന്നതാണെന്നാ എനിക്ക് തോന്നുന്നത്. പിന്നെ അലിനി ചേച്ചി എന്തെങ്കിലും മനസ്സിൽ കാര്യമായിട്ട് മറച്ചു വെക്കുന്നുണ്ടോ എന്നൊക്കെയുള്ളത് എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തായാലും ഇതിനകത്ത് ഒളിഞ്ഞടക്കുന്ന രഹസ്യം എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ കണ്ടുപിടിക്കും എന്നിങ്ങനെ രോഹിത് പറയുമ്പോഴേക്കും മനു പറയുന്നുണ്ട്, എടാ, ഇപ്പൊ നീ അതിന്റെ പിന്നാലെ പോകാതിരിക്കുന്നതാ നല്ലത്. നിനക്ക് വേറെ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്? ഒരുപക്ഷെ അവരെ അഡ്രസ്സ് മറച്ചു വെക്കുന്നത് അവളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിലോ? ആരും അങ്ങോട്ട് ചെന്ന് അലീനയെ ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അങ്കിള് അഡ്രസ്സ് പുറത്ത് പറയണ്ടെന്ന് അലീനയോട് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടായിരിക്കും അവൾ നമ്മളോട് പോലും പറയാത്തതെന്ന് മനു പറയുന്നുണ്ട്. അതൊന്നും അല്ല മനുവേട്ട കാര്യം. അതിൻ്റെയൊക്കെ പിന്നിൽ വേറെന്തോ രഹസ്യമുണ്ട്. അച്ഛൻ വിചാരിച്ചാൽ ഇവിടെ അടുത്ത് എത്രയോ നല്ല സ്ഥലങ്ങളിൽ അലിനി ചേച്ചിക്ക് ഒരു ജോലി സംഘടിപ്പിച്ചു കൊടുക്കാൻ പറ്റുമായിരുന്നു. അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടല്ലേ അച്ഛൻ ഈ ഊരും പേരും അറിയാത്ത ഒരു സ്ഥലത്ത് കൊണ്ടേ അലിനി ചേച്ചി ആക്കിയേക്കുന്നത്. അതിന്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യം ഉണ്ടെന്നേ. ഇവിടെ സംഭവിച്ചതിനേക്കാൾ കൂടുതൽ അപകടമൊന്നും വേറെ ഒരിടത്തൊന്നും അലിനി ചേച്ചിക്ക് നേരിടേണ്ടി വരില്ല, അതെനിക്ക് ഉറപ്പാ. അലിനി ചേച്ചി ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആരുമായിട്ടും അലിനി ചേച്ചി പൊരുത്തപ്പെട്ടു പോകും. ആ ഒരു സ്വഭാവം അലിനി ചേച്ചിയുടേത്. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ ഒരു ഒളിച്ചുകളുടെ ആവശ്യമുണ്ടോ മനുവേട്ടാ? അതാ ഞങ്ങൾക്ക് 3 പേർക്ക് സംശയം എന്നിങ്ങനെ പറയുമ്പോഴേക്കും രോഹിത്തിന്റെ സംശയത്തിന് മുമ്പിൽ മറുപടി കിട്ടാതെ വിഷമിക്കുകയാണ് മനു. രോഹിത് അതിബുദ്ധിമാനാണെന്നൊക്കെയുള്ളത് മനുഷ്യൻകാരനെ അറിയാം. അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിലെ രഹസ്യം കണ്ടുപിടിക്കാനും അവൻ ശ്രമിക്കാതിരിക്കില്ല. രോഹിത്തിനെ ചേർത്ത് പിടിച്ച് മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ മനു പറയുന്നുണ്ട്, എന്തായാലും നീ ഇപ്പൊ സമാധാനമായിട്ടിരിക്കേ, നമുക്കതെല്ലാം കണ്ടുപിടിക്കാം, ഇനി നമുക്ക് മുമ്പിൽ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് രോഹിത്തിനെ ഒന്ന് സമാധാനിപ്പിക്കുകയാണ് മനു. അതൊക്കെ പോട്ടെ, ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞില്ലല്ലോ. ബബിതയ്ക്ക് എന്തു പറ്റി? അവൾ എന്നെ കണ്ടിട്ടൊന്നും മൈൻഡ് പോലും ചെയ്തില്ലല്ലോ എന്നിങ്ങനെ മനു ചോദിക്കുമ്പോഴേക്കും രോഹിത് അമ്മയും മകളും തമ്മിലുണ്ടായ വഴക്കിനെ പറ്റിയൊക്കെ മനുവിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രോഹിത് പറയുന്നുണ്ട്, അതെ, അമ്മയും മോളും ഇപ്പൊ ഏതു നേരവും കീരിയും പാമ്പിനെയും പോലെയാ. എന്ത് പറഞ്ഞാലും അതവസാനം വഴക്കില്ല വന്ന് നിൽക്കുന്നതെന്നൊക്കെ രോഹിത് പറയുന്നുണ്ട്. എങ്കിൽ ഞാൻ അവളെ ഒന്ന് കണ്ടേച്ച് വരാം എന്നും പറഞ്ഞുകൊണ്ട് തന്നെ മനു നേരെ ബബിതയുടെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. ബബിത റൂമിൽ ഇങ്ങനെ ഭിത്തിയിൽ ചാരി വെറുതെ ഇരിക്കുകയായിരുന്നു. മനു അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ബബിതെ, നിന്റെ ഫോണിന് എന്ത് പറ്റി? ബബിത പറയുന്നുണ്ട്, അറിയില്ല മനുവേട്ടാ, അതിപ്പോ വർക്ക് ചെയ്യുന്നില്ല, ഇൻകമിംഗ് കോൾസ് ഒന്നും വരുന്നില്ല. അതിന് ഏതെങ്കിലും ഷോപ്പിൽ കൊണ്ടുപോയി ഒന്ന് റിപ്പയർ ചെയ്യാൻ കൊടുക്കണം എന്നൊക്കെ ബബിത പറയുന്നുണ്ട്. എന്നിട്ട് മനു പറയുന്നുണ്ട്, ഞാനിപ്പോൾ വന്നത് എന്തിനാണെന്ന് നിനക്കറിയാവോ എന്ന് ചോദിക്കുമ്പം ഇല്ല, അത് അലീന പറഞ്ഞിട്ടാ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അതിന് ഞാൻ എന്ത് വേണം എന്നിങ്ങനെ ബബിത ചോദിക്കുകയാണ്. അത് ഇവിടെ വന്ന് നിന്നെ ഒന്ന് കാണുമെന്ന് അവൾ എന്നെ നിർബന്ധിച്ചു. ബബിത ഉടനെ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, എന്തിന്? അതെനിക്കറിയില്ല. അങ്ങനെ ചോദിച്ചാൽ എനിക്കതിന് ഉത്തരവില്ല. അലീനെ വിളിച്ചിട്ട് പറഞ്ഞു നിന്റെ അടുത്ത് വരണം, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്നൊക്കെയുള്ളത് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. മറ്റാരെക്കുറിച്ചും അവളൊന്നും പറഞ്ഞില്ല. അത് കേട്ടപാടെ ബബിത ചോദിക്കുന്നുണ്ട്, ഓഹോ, അപ്പൊ ഞാനാണല്ലേ ഈ വീട്ടിലെ കുഴപ്പക്കാരി അല്ലേ? എടി, അതൊക്കെ നിന്റെ തോന്നലാ. നിനക്ക് മറ്റുള്ളവരെക്കാൾ സ്നേഹവും കരുതലും ആവശ്യമുണ്ടെന്നാണ് അവള് പറഞ്ഞത്. നിന്റെ കാര്യത്തിൽ അവൾക്കൊരു സ്പെഷ്യൽ കൺസേൺ ഉണ്ടെന്നർത്ഥം എന്ന് പറയുമ്പോഴേക്കും ബബിത പറയുന്നുണ്ട്, എനിക്കറിയാം, മനുവേട്ടൻ എന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എങ്ങോട്ടേക്ക് വന്നതെന്ന്. മനുശങ്കർ ഉടനെ തന്നെ ഫോൺ എടുത്ത് അലീനയെ വിളിച്ചു. എന്നിട്ട് ബബിതയുടെ നേർക്ക് നീട്ടിക്കൊണ്ട് പറയുകയാണ്, നീ തന്നെ ചോദിച്ചു നോക്ക്, ഞാൻ പറഞ്ഞത് സത്യമാണോ കള്ളമാണോ എന്ന്. ഉടനെ ബബിത പറയുന്നുണ്ട്, എനിക്ക് ആരോടും സംസാരിക്കണ്ട, എനിക്ക് വേണ്ട ആരുടെയും ഫോൺ. ബബി, ഫോൺ റിങ് ചെയ്തോണ്ടിരിക്കുകയല്ലേ, നീ ഫോൺ എടുത്ത് സംസാരിക്കുക എന്നിങ്ങനെ പറയുമ്പോഴേക്കും എനിക്ക് വേണ്ടെന്നല്ലേ മനുവേട്ട ഞാനീ പറയുന്നത്. മനുഷ്യങ്കാർ ഫോണിൽ കാതോരം ചേർത്തു. റിങ് ചെയ്ത് തീർന്നിട്ടില്ല. നിമിഷങ്ങൾക്കുള്ളിൽ അലീനയുടെ ശബ്ദം കേട്ടു. ഹലോ മനുവേട്ട. അലീന, ഞാനിപ്പോ കടപ്പാട്ടൊരു വീട്ടിലുണ്ട്, ഞാനൊരാൾക്ക് ഫോൺ കൊടുക്കാം. ഉടനെ അലീന ചോദിക്കുന്നുണ്ട്, ബബിതയാണോ? അതെങ്ങനെ നിനക്ക് മനസ്സിലായി? അവളാണെങ്കിൽ ലോകത്തുള്ള സകല മനുഷ്യരോടും പിണങ്ങിയിരിക്കുകയാണ്. അപ്പൊ അലീന ചോദിക്കുന്നുണ്ട്, ഞാൻ ഹോൾഡ് ചെയ്യണോ മനുവേട്ട? അപ്പൊ മനുശങ്കർ വേണ്ടെന്നുള്ള അർത്ഥത്തിൽ തന്നെ ഒന്ന് മൂളി.
എന്നിട്ട് ബബിതയുടെ നേർക്ക് തന്നെ ഫോൺ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വയസ്സ് 10-20 എന്നിട്ടും ഇതുവരെ കുഞ്ഞുങ്ങളി മാറിയിട്ടില്ല, മര്യാദയ്ക്ക് ഫോൺ മേടിച്ച് സംസാരിക്കാൻ നോക്ക് എന്നിങ്ങനെ പറയുമ്പോഴേക്കും തന്നെ ബബിത ഫോൺ മേടിച്ചിട്ട് അല്പം ഗൗരവത്തോടെ തന്നെ ഹലോ പറഞ്ഞു. മറുവശത്ത് നിന്ന് അലീന സ്നേഹത്തോടെ തന്നെ മോളേന്ന് വിളിച്ചു. ആ മോളേന്നുള്ള വിളി കേട്ടപ്പോൾ തന്നെ ബബിതയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ ഫോണുമായി കട്ടിലിൽ നിന്നും എഴുന്നേക്കാൻ ശ്രമിക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ മനു പറയുന്നുണ്ട്, നീ അവിടെ ഇരുന്ന് സംസാരിച്ചോടി, ഞാൻ അങ്കിളിനെ കണ്ടിട്ട് വരാം എന്നും പറഞ്ഞ് മനുശങ്കർ എഴുന്നേറ്റ് മുറിക്ക് പുറത്തു പോയി വാതിൽ ചാരി. മറുവശത്തു നിന്നും അലീന ചോദിക്കുന്നുണ്ട്, ബബിതേ, എടി മോളെ, നീ എന്താടി മിണ്ടാത്തത്? എന്നോടും പിണങ്ങിയിട്ടാണോ നീ മിണ്ടാതിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ബബിത പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് ആരോടും പിണക്കമില്ല എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ബബിത അങ്ങ് വല്ലാതെ തേങ്ങി കരയുകയാണ്. നീ എന്തിനാ മോളെ കരയുന്നത്? ഇത്രയ്ക്ക് സങ്കടം വരാൻ അവിടെ എന്ത് പ്രശ്നം ഇന്നുണ്ടായത്? അമ്മയുമായിട്ട് മോൾ ഇന്ന് ഉടക്കുണ്ടാക്കിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ബബിത പറയുന്നുണ്ട്, ഇന്നൊരു വഴക്കുണ്ടായി ചേച്ചി. അത് പറയുമ്പോഴേക്കും തന്നെ അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ തുള്ളികൾക്ക് അവളിലേക്ക് വീണുകൊണ്ടിരുന്നു. അപ്പോൾ അലീന പറയുന്നുണ്ട്, സാരമില്ല മോളെ, മോൾ അവിടെ ഇരിക്കുകയാണോ കിടക്കുകയാണോ? ഒരു കാര്യം ചെയ്, ഞാൻ അവിടെ അടുത്തുണ്ടെന്നും മോളെൻ്റെ മടിയിലേക്ക് കിടക്കുന്നതായിട്ട് സങ്കല്പിച്ച് മോൾ അവിടെ കിടക്ക്. ബബിത വേഗം അവിടെ ഉണ്ടായിരുന്ന പില്ലോയിലേക്ക് തല വെച്ച് ചരിഞ്ഞു കിടന്നു. അത് ആശ്വാസത്തിന് മടിത്തട്ടായിട്ട് തന്നെ അവൾക്ക് ഫീൽ ചെയ്തു. അലീന മറുവശത്തിരുന്നുകൊണ്ട് തന്നെ ബബിതയുടെ മനസ്സ് ശാന്തമാകുന്ന രീതിയിൽ സ്നേഹവും വാത്സല്യവും ഉമ്മകളും തലോടലുകളും ഒക്കെ ആയിട്ടുള്ളൊരു രീതിക്ക് തന്നെയാണ് ബബിതയോട് സംസാരിക്കുന്നത്. ആ സമയത്ത് ബബിതയ്ക്ക് മനസ്സിനൊരു ആശ്വാസമാകുകയാണ്. അതിനുശേഷം അന്ന് നടന്ന വഴക്കിനെ കുറിച്ച് അവൾ അലീനോടെല്ലാം വിശദീകരിച്ചു. ഒടുവിൽ അലീന പറയുന്നുണ്ട്, മോളെ, അമ്മ ചെയ്തതും നീ ചെയ്തതും തെറ്റാണ്. അമ്മയല്ലേ ചേച്ചി ആദ്യം തെറ്റ് ചെയ്തത്, അമ്മ കാരണമല്ലേ എനിക്കിന്ന് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നതെന്ന് ബബിത ചോദിക്കുന്നുണ്ട്. അപ്പം അലീന പറയുന്നുണ്ട്, മോളെ, നീ അമ്മയെപ്പോലെ അല്ലല്ലോ, നീ നല്ല കുട്ടിയല്ലേ, നീ അമ്മയോട് ക്ഷമിക്കണ്ടേ? നീ ഒരിക്കലും ഫോൺ നശിപ്പിക്കാൻ പാടില്ലായിരുന്നു. അതിൻ്റെ വിലയല്ല മോളെ കാര്യം, നീ ചെയ്തു പോയ ആ പ്രവൃത്തിയിലാണ് കാര്യം. നീ അതിന് അമ്മയോട് സോറി പറയണം എന്ന് അലീന പറയുമ്പോഴേക്കും, ഇല്ലില്ല, ഞാൻ സോറി ഒന്നും പറയില്ല അലീന ചേച്ചി. ഇതിൻ്റെ പേരിൽ അമ്മയോട് സോറി പറയാൻ എനിക്കാവില്ല. കാരണം അമ്മയാണ് ആദ്യം എന്നോട് വഴക്കുണ്ടാക്കിയത്, അമ്മ എന്നോട് സോറി പറയേണ്ടത് എന്നിങ്ങനെ പറയുകയാണ് ബബിത. അപ്പം അലീന പറയുന്നുണ്ട്, മോളെ, അങ്ങനെ പറയല്ലേ, അമ്മമാരും മനുഷ്യരല്ലേ മോളെ, അവർക്കും വാശിയും ദേഷ്യവും ഇഷ്ടക്കേടുകളും ഒക്കെ ഉണ്ട്. നമ്മൾ വിചാരിക്കും എല്ലാ അച്ഛനമ്മമാരും മാതൃകാ മാതാപിതാക്കളായിരിക്കണമെന്ന്, അവർക്കും തെറ്റുപറ്റാൻ പാടില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ അവരും നമ്മളെപ്പോലെ തന്നെ മനുഷ്യരല്ലേ, അവർക്ക് പ്രായം കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അവർക്കും തെറ്റുപറ്റും. അമ്മമാർ മക്കളോട് ക്ഷമിക്കുന്നത് പോലെ മക്കൾക്കും അമ്മമാരോട് ക്ഷമിക്കാനുള്ള കടമയുണ്ടെന്ന് പറയാട്ടോ അലീന. അപ്പോഴും ബബിത പറയുന്നുണ്ട്, അല്ല ചേച്ചി, അപ്പം അമ്മയല്ലേ എന്നോട് സോറി പറയേണ്ടത്, അമ്മയ്ക്കും അത് ഇങ്ങോട്ടേക്ക് ആകാമല്ലോ, ഞാൻ തന്നെ സോറി പറയണമെന്ന് എന്നെ ഇത്ര നിർബന്ധം എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അത് മോൾ പറഞ്ഞത് ശരിയാ, മേഡവും മോളോട് സോറി പറയേണ്ടതാണ്. പക്ഷേ അത് മേഡത്തിന് പറഞ്ഞു കൊടുക്കാൻ അവിടെ ആരുണ്ട് മോളെ? അമ്മയുടെ വിഷമങ്ങളും പരാതികളും സങ്കടങ്ങളും അമ്മ ആരോട് പറയും? ആരുമില്ല. ആ വിഷമങ്ങൾ കേൾക്കാനോ അത് പരിഹരിക്കാനോ അവിടെ ആരുമില്ലല്ലോ. അമ്മയ്ക്ക് സപ്പോർട്ടായിട്ട് അവിടെ ആരുമില്ലല്ലോ മോളെ. പക്ഷേ മോക്ക് അങ്ങനെയാണോ? മോക്ക് അച്ഛനുണ്ട്, രോഹിത്തുണ്ട്, കൃഷ്ണയുണ്ട്, പിന്നെ ഈ അലീന ചേച്ചി ഉണ്ടല്ലോ. ഞങ്ങളെല്ലാം നിന്റെ കൂടെ നിൽക്കുകയല്ലേ. പക്ഷേ അമ്മയുടെ കാര്യമോ എന്തൊരു കഷ്ടമല്ലേ. ചെയ്തത് തെറ്റാണെന്ന് പോലും അറിയില്ല. പക്ഷെ നിനക്കറിയാം നിന്റെ കയ്യിൽ നിന്നൊരു തെറ്റ് വന്നിട്ടുണ്ടെന്ന്. അങ്ങനെയുള്ളപ്പോൾ മോൾ എന്താ ചെയ്യേണ്ടത്? അമ്മയുടെ അടുത്ത് സോറി പറയണം. അങ്ങനെ ചെയ്യുമ്പോൾ മോൾ അമ്മയേക്കാൾ മിടുക്കിയാവുകയല്ലേ ചെയ്യുന്നതെന്ന് അലീന ചോദിക്കുന്നുണ്ട്. അപ്പം ഭവിത പറയുന്നുണ്ട്, ശരി, എന്നാൽ ഞാൻ സോറി പറയാം. അല്ലൻ ചേച്ചി, ഞാൻ അമ്മയോട് സോറി പറഞ്ഞുകൊണ്ട് ചെന്നാൽ അമ്മ ഉടനെ പറയാൻ പോകുന്നത് എന്താണെന്നുള്ളത് അല്ലൻ ചേച്ചിക്ക് അറിയില്ലേ? കാണിച്ചത് ഇത്രയും വലിയ തെറ്റായി പോയെന്നും പറഞ്ഞ് അമ്മ നമ്മളെ നാണം കിടത്തുന്ന പോലെയല്ലേ റിയാക്ട് ചെയ്യുള്ളൂ എന്നിങ്ങനെ ഭവിത പറയുന്നുണ്ട്. അപ്പം അലീന പറയുന്നുണ്ട്, അങ്ങനെ ഒന്നും ചെയ്യില്ല മോളെ, മോൾ അതൊന്നും കണക്കാക്കണ്ട. നമ്മൾ തെറ്റ് ചെയ്തു, നമ്മൾ സോറി പറഞ്ഞു, അപ്പോൾ നമ്മുടെ മനസ്സ് ക്ലീനായി. അമ്മ തെറ്റ് ചെയ്തു, അമ്മ സോറി പറഞ്ഞില്ല, അപ്പോൾ അമ്മയുടെ മനസ്സിൽ അഴുക്കിരിക്കുന്നു. അത് നമ്മുടെ തെറ്റല്ലല്ലോ മോളെ. പക്ഷെ 10 പ്രാവശ്യം മോളിങ്ങനെ സോറി പറഞ്ഞു കഴിയുമ്പം അമ്മയ്ക്ക് തന്നെ മനസ്സിലാവും അമ്മ മോളെക്കാൾ ചെറുതായി പോയെന്ന്. സ്നേഹം കൊണ്ടും ക്ഷമ കൊണ്ടും മാത്രമേ അമ്മയെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ മോളെന്ന് തന്നെ അലീന ഭവിതയുടെ അടുത്ത് ഉപദേശിക്കുകയാണ്. അല്ലാതെ അമ്മ നമ്മുടെ വഴിക്ക് ഒരിക്കലും എത്തില്ല എന്നിങ്ങനെ അലീന പറയുന്നത് കേട്ട് ഭവിത മൂളിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. വെള്ളം വെട്ടി തിളയ്ക്കുന്നത് പോലെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരുന്ന അവളുടെ മനസ്സ് പതിയെ പതിയെ ശാന്തമായി തുടങ്ങി. അപ്പോഴേക്കും അലീന ചോദിക്കുന്നുണ്ട്, മോളെ ബബി, നീ അമ്മയോട് പോയി സോറി പറയുവോ? പറയാം, സോറി പറയാം ചേച്ചി എന്നിങ്ങനെ ഭവിത പറയുന്നുണ്ട്. അപ്പം അലീന പറയുന്നുണ്ട്, മോളെ അച്ഛനോടും കൂടി സോറി പറയണം കേട്ടോ. മോൾ അച്ഛനോടും ധിക്കരിച്ച് സംസാരിച്ചല്ലേ, അതുകൊണ്ട് അച്ഛനോടും കൂടി സോറി പറയണം. ഞാൻ അച്ഛനോടും അമ്മയോടും സോറി പറഞ്ഞോളാം. ഞാൻ കാണിച്ചത് വലിയ തെറ്റായി പോയെന്ന് ഞാൻ അവരോട് പറഞ്ഞോളാം എന്നിങ്ങനെ ഭവിത പറയുമ്പോഴേക്കും ഇപ്പോഴാണ് മോള് മിടുക്കിയായത്. എനിക്കറിയാം മോളുടെ മനസ്സ്, പുറമേ ഇച്ചിരി ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും മോളുടെ മനസ്സ് നല്ലതാണെന്ന്. അപ്പോഴേക്കും ഭവിത ചോദിക്കുന്നുണ്ട്, അല്ലൻ ചേച്ചി ഞാൻ വരട്ടെ? അല്ലൻ ചോദിക്കുന്നുണ്ട്, എങ്ങോട്ട്? അല്ലൻ ചേച്ചി താമസിക്കുന്ന വീട്ടിലേക്ക് ഞാൻ വരട്ടെ എന്നിങ്ങനെ ഭവിത ചോദിക്കുമ്പോഴേക്കും
അയ്യോ അതെങ്ങനെ ശരിയാകും മോളെ, നിനക്ക് ഈ വെക്കേഷൻ കഴിഞ്ഞ് കോളേജിൽ പോകാനുള്ളതല്ലേ മോളെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അതിനിപ്പോൾ എന്താ, കോളേജ് അവിടെയും ഉണ്ടല്ലോ, അവിടെ വന്നിട്ടാണെങ്കിലും എനിക്ക് കോളേജിൽ പോകാമല്ലോ ചേച്ചി. സത്യം പറഞ്ഞാൽ എനിക്കിവിടെ മടുത്തു. ഇവിടെ താമസിച്ച ഞാൻ എന്തൊക്കെ ആയി തീരുമെന്ന് പോലും എനിക്ക് ഊഹിക്കാൻ കഴിയില്ല. സാരമില്ല മോളെ, ഞാൻ ഉണ്ടല്ലോ നിന്റെ കൂടെ, പ്രാർത്ഥിച്ചാൽ മതി. ഒരുപാട് ദേഷ്യം തോന്നിപ്പിക്കല്ലേ, ക്ഷമിക്കാനുള്ള ശക്തി തരണേ, മനസ്സിനെ ബലപ്പെടുത്തണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി എന്നും പറഞ്ഞ് അലീന വീണ്ടും ഭവിതയെ ഉപദേശിക്കുകയാണ്. അങ്ങനെ അലീനയുടെ ആ ഒരു സ്നേഹസ്പർശത്തിലൂടെയും ആ ഒരു തലോടലിലൂടെയൊക്കെ ഭവിത ശാന്തമായി കഴിഞ്ഞു. ആ ഒരു സംസാരം 10-15 മിനിറ്റ് അങ്ങനെ നീണ്ടു. അതിനുശേഷമാണ് അലീന ഫോൺ കട്ട് ചെയ്തതും. എന്നാൽ ഇതേ സമയത്ത് ബാലചന്ദ്രന്റെ അടുക്കലേക്ക് ചെന്ന് മനു സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലേക്ക് ഫോൺ കൊടുക്കാനായിട്ട് ഭവിത മുകളിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മനുവേട്ട ഇതാ ഫോൺ. മനു കൈ നീട്ടി അവളുടെ കയ്യിൽ നിന്നും ഫോൺ മേടിച്ച് പോക്കറ്റിലിട്ടു. എന്നിട്ട് അല്പം ജാള്യതയോട് കൂടി തന്നെ ബാലചന്ദ്രന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട്, അച്ഛാ സോറി, ഫോൺ തല്ലിപ്പൊടിച്ചതിന് അച്ഛൻ എന്നോട് ക്ഷമിക്കണം, ദേഷ്യം വന്നപ്പോൾ ചെയ്തു പോയതാ, എന്നോട് ക്ഷമിക്കണേ അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ബബിത ബാലചന്ദ്രനോട് സോറി പറയുക കേട്ടോ. പെട്ടെന്ന് തന്നെ ബാലചന്ദ്രൻ ബബിതയുടെ നേർക്ക് കൈ നീട്ടി അവൾക്കൊരു ഷെയ്ക്ക് ഹാൻഡ് നൽകി. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, സോറി അമ്മയോട് പറഞ്ഞായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഇല്ല അച്ഛാ പറയാൻ പോവുക. വെരി ഗുഡ് എന്നിങ്ങനെ ബാലചന്ദ്രനും പറഞ്ഞു. അപ്പോഴേക്കും താങ്ക് യു അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അല്പം സന്തോഷത്തോടെ തന്നെ നമ്മുടെ ബബിത താഴേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. ആ സമയത്ത് മനുശങ്കർ ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അങ്കിൾ അവളുടെ മുഖം ശ്രദ്ധിച്ചോ? ഞാൻ വരുമ്പോൾ ഭയങ്കര മൂടോട്ടിൽ ഡെസ്പായിട്ട് ഇരുന്നവളാ. അലീനയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എന്തുമാത്രം സന്തോഷം അവളുടെ മുഖത്ത്. ബാലചന്ദ്ര മേനോൻ പുഞ്ചിരിയോടെ തന്നെ അത് കേട്ട് തലയാട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിൽ ഒരു ഉത്തരവായില്ലല്ലോ. അങ്കിൾ എന്തായാലും രോഹത്തിന് ഒരു മറുപടി കൊടുക്കേണ്ടി വരും. അവന് പല സംശയങ്ങളും മനസ്സിൽ കൊണ്ടാണ് നടക്കുന്നത്. അവന്റെ മനസ്സിൽ പല സംശയങ്ങളും ഉണ്ടെന്നേ. അലീനെ എന്തുകൊണ്ടാണ് ഒളിവിൽ പാർപ്പിച്ചേക്കുന്നത് പോലെ അവിടെ കൊണ്ടാക്കിയെന്നാണ്. അലീനെ എന്തിനാണ് ഒളിവിൽ കൊണ്ട് താമസിപ്പിച്ചേക്കുന്ന പോലെ അവിടെ കൊണ്ട് താമസിപ്പിച്ചേക്കുന്നത്? എന്നിട്ട് ആ താമസ സ്ഥലത്തിന്റെ അഡ്രസ്സ് കൊടുക്കാത്ത എന്താണ്? അങ്ങനെ പല സംശയങ്ങളും അവന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് അങ്കിളിൻ്റെ അടുത്ത് അവൻ എന്തായാലും ഉറപ്പായും ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെ തന്നെ പറയുക കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ പറഞ്ഞു വരുന്നതിനർത്ഥം രോഹത്തിനടുത്ത് സത്യങ്ങൾ പറയാൻ സമയമായി എന്നാണോ? ഉടനെ തന്നെ മനു പറയുന്നുണ്ട്, മേ ബി അവന് കാര്യങ്ങളൊക്കെ ഏകദേശം പിടികെട്ടി കഴിഞ്ഞു. അവനോട് സംസാരിച്ചതിൽ നിന്ന് എനിക്കെങ്ങനെയാ മനസ്സിലായത്, അവന്റെ മനസ്സിലുള്ള സംശയങ്ങൾക്ക് ആരെങ്കിലും ഉത്തരം പറഞ്ഞാൽ മതിയാകുള്ളൂ. മിക്കവാറും അങ്കിളിൻ്റെ അടുത്ത് തന്നെ വന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്കിൾ ഒന്നും പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ബാലചന്ദ്രൻ അന്ന് തലയാട്ടുക മാത്രം ചെയ്തു. അതിനുശേഷം മനു ചോദിക്കുന്നുണ്ട്, അല്ല വേറൊരു കാര്യം കൂടി അങ്കിളിൻ്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു. അത് പിന്നെ അങ്കിളെ കുളത്തൂപ്പുഴ വരെ ഞാനൊന്ന് പൊയ്ക്കോട്ടെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, ആഹാ ഇത് കൊള്ളാവല്ലോ, അതിനെന്തിനാണ് നീ എന്നോട് അനുവാദം ചോദിക്കുന്നത്? അലീനയോടല്ലേ നീ അനുവാദം ചോദിക്കേണ്ടത്? അല്ല, എനിക്ക് അങ്കിളിൻ്റെ അനുവാദം കൂടി കിട്ടണം. അങ്കിളല്ലേ അവളെ അവിടെ കൊണ്ട് എത്തിച്ചത്, അതുകൊണ്ടാ ഞാൻ അങ്കിളിനോടൊന്ന് ചോദിച്ചതെന്ന് പറയുമ്പോഴേക്കും അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്ന് പോകാനാണെന്ന്. ഓക്കെ ആണെങ്കിൽ നാളെ തന്നെ പോകാമെന്ന് വിചാരിക്കുന്നു എന്നിങ്ങനെ മനു പറയുമ്പോഴേക്കും, എന്നാൽ നീ പോയിട്ട് എന്നെ ഒന്ന് വിളിക്കണം കേട്ടോ. ഓക്കെ അങ്കിളെ, താങ്ക് യു, ഞാൻ അവിടെ ചെന്നിട്ട് അങ്കിളിനെ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അത്രയും